ഇന്ന് ഞാനും താത്തയും കൂടിയാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെത് ഞാൻ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേഗം പോയി വാങ്ങിച്ചു. അപ്പോഴേക്കും കാക്ക മോളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അവൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി വീട്ടിൽ പോവുക ചെയ്തത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നുമില്ല, ഒരു 100 ഓർഡറാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലാതെ നമുക്കൊരു മിനിമം ബഡ്ജറ്റിൽ എന്നാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻവിറ്റേഷൻ കാർഡ് എന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ ഈ സേവ് ദ ഡേറ്റും വേറെയുള്ള കുറേ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് അങ്ങനെ ചെയ്യിക്കൽ വളരെ കുറവാണ്. എന്നാലും ഇതേപോലെ ഇടയ്ക്ക് കുറച്ച് ചെറിയ എമൗണ്ട് ആൻഡ് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് വരാറുണ്ട്. ഈ എഡിറ്റ് ചെയ്യലും പ്രിൻ്റ് ചെയ്യലൊക്കെ വേഗം തീരും. ഇതേപോലെയുള്ള ഓരോരോ അല്ലറ ചില്ലറ പരിപാടികൾക്കാണ് നമുക്ക് കുറേ സമയം എടുക്കുക. നമുക്ക് ഈ ബ്ലാക്ക് കാർഡ് സ്റ്റോക്കൊക്കെ ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് സ്കോർ ചെയ്ത് അത് ഫുള്ള് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുക. എന്നാലും നമ്മൾ ഏകദേശം ഒരു ഹാഫ് ഡേ എന്ന് തന്നെ പറയാം. അത്രയും സമയം എടുത്ത് നമ്മൾ അതിനിടയിലൊക്കെ ബ്രേക്ക് എടുക്കുന്നുണ്ട്. അവസാനം ഇതേ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ 100 ഇൻവിറ്റേഷൻ കാർഡാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു ബ്ലാക്ക് റിബൺ വെച്ചിട്ട് ഒരു ബോ പോലെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കസ്റ്റമർക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ക്രാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും എടുക്കലാണല്ലോ. അതിനിതെല്ലാം ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ച് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും പെറുക്കിയെടുത്ത് പാക്കും കൂടി ചെയ്യണമല്ലോ. ഹാമ്പേഴ്സും ബോക്സസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര മെസ്സാവാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതാവുമ്പോൾ നമ്മളിത് വെച്ചതുപോലെ ഓരോന്നും പെറുക്കിയെടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അയക്കണമല്ലോ. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിലാണ് എല്ലാം കൂടി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോന്നും പെറുക്കിയെടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള ഇൻവിറ്റേഷൻ കാർഡുകളോ വേറെ എന്ത് ഗിഫ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഫൈനലി നമ്മളിതേ നമ്മുടെ 100 ഇൻവിറ്റേഷൻ കാർഡും റെഡിയാക്കി പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ കസ്റ്റമറുടെ കയ്യിലോട്ട്.